വെൽക്കം ടു യുവർ ഓൺ കേരള PSC. മൈ നെയിം ഇസ് നവനീത്. എക്കണോമിക്സിന്റെ 4ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വാല്യൂ ആഡഡ് ടാക്സിനെ കുറിച്ചും GST കുറിച്ചുമാണ്. വാല്യൂ ആഡഡ് ടാക്സ് എന്ന് പറഞ്ഞാൽ മൂല്യവർദ്ധിത നികുതി, GST ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറഞ്ഞാൽ ചരക്ക് സേവന നികുതി. അപ്പോൾ വാല്യൂ ആഡഡ് ടാക്സ് ലോകത്ത് ആദ്യമായി കൊണ്ടുവന്നത് അല്ലെങ്കിൽ ചരക്ക് മൂല്യവർദ്ധിത നികുതി ആദ്യമായി ലോകത്ത് കൊണ്ടുവന്ന രാജ്യമെന്ന് പറയുന്നത് ഫ്രാൻസ് ആണ്. യൂറോപ്യൻ കൺട്രിയായ ഫ്രാൻസ് ആണ് വാല്യൂ ആഡഡ് ടാക്സ് അല്ലെങ്കിൽ മൂല്യവർദ്ധിത നികുതി ലോകത്ത് ആദ്യമായി കൊണ്ടുവന്ന രാജ്യം എന്ന് പറയുന്നത്. പിന്നീട് നമുക്ക് പറയാനുള്ളത് ഏഷ്യ വൻകരയിൽ കൊണ്ടുവന്ന നമ്മുടെ വൻകരയിൽ കൊണ്ടുവന്ന രാജ്യം എന്ന് പറയുന്നത് സൗത്ത് കൊറിയ, ദക്ഷിണ കൊറിയയാണ്. നമ്മുടെ വൻകരയിൽ ആദ്യമായിട്ട് വാല്യൂ ആഡഡ് ടാക്സ് നടപ്പിലാക്കിയ രാജ്യം എന്ന് പറയുന്നത്. അത് വർഷം എത്രയാണെന്ന് പറഞ്ഞാൽ 1976-ലാണ്. 1976-ലാണ് സൗത്ത് കൊറിയ ഏഷ്യയിൽ മൂല്യവർദ്ധിത നികുതി അല്ലെങ്കിൽ വാല്യൂ ആഡഡ് ടാക്സ് ആദ്യമായി നടപ്പിലാക്കിയത്. പിന്നീട് നമുക്ക് പറയാനുള്ളത് നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ ഏകദേശ സംസ്ഥാനങ്ങളിലും അല്ലെങ്കിൽ ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും വാല്യൂ ആഡഡ് ടാക്സ് എന്ന പേരിൽ വിൽപ്പന നികുതി നടപ്പിലായി തുടങ്ങിയത് 2005 മുതലാണ്. ഏകദേശം സംസ്ഥാനങ്ങളും നടപ്പിലായി തുടങ്ങിയത് 2005 മുതലാണ്. പിന്നീട് പറയാനുള്ളത് ഹരിയാനയെ കുറിച്ചാണ്. ഉത്തരേന്ത്യൻ സംസ്ഥാനമായ ഹരിയാനയാണ് ആദ്യമായി വാല്യൂ ആഡഡ് ടാക്സ് അല്ലെങ്കിൽ മൂല്യവർദ്ധിത നികുതി ഇന്ത്യയിൽ നടപ്പിലാക്കിയ സംസ്ഥാനം എന്ന് പറയുന്നത് ഹരിയാനയാണ്. പിന്നീട് നമുക്കൊരു വ്യക്തിയെ കുറിച്ചാണ് പറയാനുള്ളത്. അസിം ദാസ് ഗുപ്ത. നമുക്കറിയാം, അദ്ദേഹം പശ്ചിമ ബംഗാളിലെ ഇടത് ഗവൺമെന്റിൽ ധനകാര്യമന്ത്രിയായി ഉണ്ടായിരുന്ന വ്യക്തിയാണ് അസിം ദാസ് ഗുപ്ത എന്ന് പറയുന്നത്. അദ്ദേഹമായിരുന്നു വാല്യൂ ആഡഡ് ടാക്സ് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള ധനകാര്യമന്ത്രിമാരുടെ കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. അദ്ദേഹമായിരുന്നു. വാല്യൂ ആഡഡ് ടാക്സ് നടപ്പിലാക്കുന്നതിന് വേണ്ടിയുള്ള കമ്മിറ്റിയുണ്ട്, അതിൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ഈ അസിം ദാസ് ഗുപ്തയായിരുന്നു. അദ്ദേഹം പശ്ചിമ ബംഗാളിലെ ധനകാര്യമന്ത്രിയായിരുന്നു. പിന്നീട് പറയാനുള്ളത് വാല്യൂ ആഡഡ് ടാക്സ്, മോഡിഫൈഡ് വാല്യൂ ആഡഡ് ടാക്സ് എന്നതിൻ്റെ ഷോർട്ട് ഫോമാണ് മോഡ് ബാറ്റ്. അതിൻ്റെ ഫുൾ ഫോം മോഡിഫൈഡ് വാല്യൂ ആഡഡ് ടാക്സ് ആണ്. അതിൻ്റെ ഷോർട്ട് ഫോമാണ് മോഡ് ബാറ്റ് എന്ന് പറയുന്നത്. അത് 1986-ലാണ് മോഡ് ബാറ്റ് നിലവിൽ വന്നത്. 1986-ൽ മോഡ് ബാറ്റ് നിലവിൽ വന്നതിന് ശേഷം അത് പിന്നീട് വീണ്ടും അതിൻ്റെ പേര് മാറുകയുണ്ടായി. സെൻബാറ്റ് എന്നാണ് പിന്നീട് അറിയപ്പെടാൻ തുടങ്ങിയത്. സെൻട്രൽ വാല്യൂ ആഡഡ് ടാക്സ്, അതാണ് സെൻബാറ്റിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. സെൻട്രൽ വാല്യൂ ആഡഡ് ടാക്സ്, സെൻബാറ്റ് എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഇത് 2000 ഏപ്രിൽ 1-നാണ് നിലവിൽ വന്നത്. 2000 ഏപ്രിൽ 1-നാണ് നിലവിൽ വന്നത്. അതിനുശേഷം GST നിലവിൽ വന്നത്. GST നിലവിൽ വന്ന 2017 ജൂലൈ 1 മുതലാണ് നിലവിൽ വന്നത്. ആ GSTയിലേക്ക് ഈ സെൻട്രൽ വാല്യൂ ആഡഡ് ടാക്സ് പിന്നീട് ലയിക്കുകയാണ് ഉണ്ടായത്. 2000 ഏപ്രിൽ 1-ന് നിലവിൽ വന്ന സെൻട്രൽ വാല്യൂ ആഡഡ് ടാക്സ് 2017 ജൂലൈ 1-ാം തീയതി നിലവിൽ വന്ന ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സിൽ ലയിക്കുകയുണ്ടായി, അല്ലെങ്കിൽ ചരക്ക് സേവന നികുതിയിൽ അത് ലയിക്കുകയുണ്ടായി. പിന്നീട് നമുക്ക് പറയാനുള്ള കാര്യം GSTയെ കുറിച്ചുള്ളതാണ്. GST എന്ന് പറയുന്നത് അതിൻ്റെ ഫുൾ ഫോം നമുക്കറിയാം, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. അത് നടപ്പിലാക്കിയതും ഇത് വാല്യൂ ആഡഡ് ടാക്സ് നടപ്പിലാക്കിയ അതേ രാജ്യം തന്നെയാണ്, അതേ യൂറോപ്യൻ രാജ്യം തന്നെയാണ്. ഫ്രാൻസ് ആണ് ആദ്യമായി ലോകത്ത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് നടപ്പിലാക്കിയത്. അതിനുശേഷം നമുക്ക് ഇന്ത്യയിലെ കാര്യം പറഞ്ഞാൽ 2015 മെയ് 6-നാണ് ലോക്സഭ ആദ്യമായി പാസ്സാക്കിയത്. 2015 മെയ് 6-ാം തീയതി. 2015 മെയ് 6-ാം തീയതി ആദ്യമായി അത് ലോക്സഭ പാസ്സാക്കി. അതിനുശേഷം 2016 ഓഗസ്റ്റ് 3-ാം തീയതി രാജ്യസഭ ഭേദഗതിയോടുകൂടി അത് പാസ്സാക്കി. 2016 ഓഗസ്റ്റ് 3-ാം തീയതി ഭേദഗതിയോടുകൂടി രാജ്യസഭ അത് പാസ്സാക്കി. അതിനുശേഷം 2016 ഓഗസ്റ്റ് 8-ാം തീയതി അവസാനമായി ലോക്സഭ അംഗീകരിച്ചു. അവസാനമായി ഭേദഗതിയോടുകൂടി ലോക്സഭ അംഗീകരിച്ചത് 2016 ഓഗസ്റ്റ് 8-ാം തീയതിയാണ്. 2016 ഓഗസ്റ്റ് 8-ാം തീയതിയാണ് അവസാനമായി ലോക്സഭ അംഗീകരിച്ചത്. അതിനുശേഷം 2016 സെപ്റ്റംബർ 8-ാം തീയതി പ്രസിഡന്റിന്റെ ഒപ്പോടുകൂടി അത് അംഗീകരിക്കപ്പെട്ടു. അത് 2016 സെപ്റ്റംബർ 8-ാം തീയതിയാണ്
നമുക്കറിയാം ഒരു ബില്ല് നിയമമാകണമെങ്കിൽ അത് രാഷ്ട്രപതിയുടെ അംഗീകാരം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ 2016 സെപ്റ്റംബർ 8 പ്രസിഡന്റിന്റെ അംഗീകാരം ലഭിച്ചത് അന്നാണ്. 2016 സെപ്റ്റംബർ 8 അതിനുശേഷം നമുക്ക് പറയാനുള്ളത് അത് നിലവിൽ വന്നത് 2017 ജൂലൈ 1 നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതാണ്. 2017 ജൂലൈ 1 അത് നിലവിൽ വന്നത്. പിന്നീട് നമുക്ക് പറയാനുള്ളത് GST കൗൺസിലിനെ കുറിച്ച്. GST കൗൺസിൽ എന്ന് പറയുന്നത് നിലവിൽ വന്നത് സെപ്റ്റംബർ 12 2016 സെപ്റ്റംബർ 12 2016 സെപ്റ്റംബർ 12 GST കൗൺസിൽ നിലവിൽ വന്നത്. GST കൗൺസിലിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ എന്ന് പറയുന്നത് 279A ആണ്. 279A എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് GST കൗൺസിലിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അതിനുശേഷം നമുക്ക് പറയാനുള്ളത് ആദ്യമായി GST നടപ്പിലാക്കിയ സംസ്ഥാനത്തെ കുറിച്ചാണ്. അത് ആസാമാണ് ആദ്യമായി നടപ്പിലാക്കിയത്. GST ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം എന്ന് പറയുന്നത് വടക്കിഴക്കൻ സംസ്ഥാനമായ ആസാമാണ് ആദ്യമായി നടപ്പിലാക്കിയത്. പിന്നീട് രണ്ടാമതായി നടപ്പിലാക്കിയത് ബീഹാർ, ഉത്തരേന്ത്യൻ സംസ്ഥാനമായ ബീഹാറാണ് രണ്ടാമതായിട്ട് GST നടപ്പിലാക്കിയത്. പിന്നീട് പറയാനുള്ളത് ഒഡീഷയെ കുറിച്ചാണ്. നമുക്കറിയാം 16 സംസ്ഥാനങ്ങളുടെ അംഗീകാരമെങ്കിലും മിനിമം ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ 16ാമത് അംഗീകാരം നൽകിയ ഒഡീഷയെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഒഡീഷയാണ് 16ാമത് അംഗീകരിക്കപ്പെട്ട സംസ്ഥാനം എന്ന് പറയുന്നത്. അത് ഒഡീഷയാണ് 16ാമത് അംഗീകരിച്ചത്, GST അംഗീകരിച്ചത്. പിന്നീട് നമുക്ക് പറയാനുള്ളത് അവസാനമായിട്ട് ഏറ്റവും ഒടുവിലായിട്ട് അംഗീകരിച്ചത് ജമ്മു ആൻഡ് കാശ്മീർ ആണ്. ജമ്മു ആൻഡ് കാശ്മീർ ആണ് ഏറ്റവും അവസാനമായി ഈ ബില്ല് അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അംഗീകരിച്ചത്. ജമ്മു ആൻഡ് കാശ്മീരാണ്. പിന്നീട് നമുക്ക് ഇതിൽ പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് എത്രാമത്തെ ഭേദഗതിയായിട്ടാണ് ഇത് അംഗീകരിക്കപ്പെട്ടത്. അത് 101ാം ഭേദഗതിയായിട്ടാണ് ഇത് അംഗീകരിക്കപ്പെട്ടത്. 122ാമത്തെ ഭേദഗതി ബില്ലാണെങ്കിലും 101ാം ഭേദഗതി ആയിട്ടാണ് അംഗീകരിക്കപ്പെട്ടത്. കാരണം 122ാമത് ഭേദഗതി ആണെങ്കിൽ കൂടി എല്ലാ ഭേദഗതി ബില്ലുകളും നിയമമായി അംഗീകരിക്കപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ 101ാമത് ഭേദഗതി അമെൻമെന്റ് ആയിട്ടാണ് 101ാമത് അമെൻമെന്റ് ആയിട്ടാണ് ഇത് അംഗീകരിക്കപ്പെട്ടത്. പിന്നീട് സ്ലാബുകളെ കുറിച്ച് പറയേണ്ടതുണ്ട്. കാരണം മുമ്പ് സ്ലാബുകൾ 5 എണ്ണമാണ് ഉണ്ടായിരുന്നത്. 0, 5, 12, 18, 28. പക്ഷേ ഇപ്പോൾ നിലവിലുള്ളത് 0, 5, 18 മാത്രമാണ്. 12ഉം 28ഉം ഇപ്പോൾ എടുത്തു കളഞ്ഞിട്ടുണ്ട് പുതിയ നിയമപ്രകാരം. പുതിയ GST കൗൺസിലിന്റെ തീരുമാനപ്രകാരം അത് 5, 12, 18 തുടങ്ങിയ സ്ലാബുകൾ എടുത്തു കളഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 5, 18